ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ എനർജി നോക്കാം, അതിനുശേഷം അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവരുടെ എനർജി നോക്കുമ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് ഇവരുടെ എനർജി. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു കൂടിയോ, അപ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലും ഇവരോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. വളരെ വിഷമമായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇനി നിങ്ങൾ ഇവരെ സംശയിച്ചു, അതുകൊണ്ടാണ് ഇവർ പിണങ്ങിയിരിക്കുന്നത്. ഞാനിവിടെ ഓരോ മെസ്സേജായിട്ട് പറയും. ആ മെസ്സേജ് നിങ്ങൾക്ക് ഏതാണോ റെസൊണേറ്റ് ആകുന്ന അത് മാത്രം എടുക്കുക, ബാക്കി കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജായിട്ട് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ എനിക്ക് ഒരു ഡിസർവിങ് ആയിട്ടുള്ള പേഴ്സൺ അല്ല. നിങ്ങൾക്ക് ഞാൻ ഈ സ്നേഹം തന്നു, ആ ഒരു സ്നേഹം മറ്റൊരാൾക്ക് കൊടുത്തുന്നെങ്കിൽ അവർ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, നിങ്ങൾ എന്നെ ഒരു റെസ്പെക്റ്റും ചെയ്യുന്നില്ല, എനിക്ക് ഒരു വിലയും നൽകുന്നില്ല നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആരാണ് അങ്ങനെ സംസാരിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ എൻ്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ ഒരു കഥക്ക് അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ അവരെ കളിയാക്കി പറഞ്ഞു, പക്ഷെ അവർക്കത് ഭയങ്കരമായിട്ട് വിഷമമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണോട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ സംശയത്തിൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ ഇവരെ നോക്കിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരോടാണ് നിങ്ങൾക്ക് സ്നേഹം, എന്നോടൊരു സ്നേഹമില്ല എന്നുള്ള രീതിയിൽ അവരെ സംശയിച്ച് നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ സെയിം കാര്യം എല്ലാം ഇവരുടെ ഫ്രണ്ട്സിനോടോ ആരോടോ പറഞ്ഞിട്ടുണ്ട്. അവർ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സത്യമായിട്ടും ആരോടും സംസാരിക്കുന്നില്ല, പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലേ, എങ്കിൽ പിന്നെ നീ സംസാരിച്ച് തുടങ്ങും, അപ്പോൾ അവളുടെ എല്ലാ പ്രശ്നവും മാറും, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പ്രശ്നവും മാറും എന്ന് തെറ്റായ രീതിയിലുള്ള ഒരു ഇതാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ ഇനി ഏത് രീതിയിലാണ് ഫ്രണ്ട്സ് പറഞ്ഞത് എടുത്തേക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനർജി. നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി സംശയിച്ചിട്ടുണ്ട്. സംശയിച്ച് തന്നെയാണ് നിങ്ങൾ അവരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഫ്രണ്ട്സ് ഇവരോട് തെറ്റായ രീതിയിലാണ് ഗൈഡൻസ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. ഇവരുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഇവരുടെ അമ്മയുമായിരിക്കാം. അമ്മയും ചിലപ്പോൾ ഈ രീതിയിലുള്ള ഇതായിരിക്കും കൊടുത്തത്. നിങ്ങൾ മാരേജ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ ഇവരെ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയോട് പറയും. അമ്മ മോനോട് ഇങ്ങനെയായിരിക്കും പറയണത്, നീ ഇതുവരെയും സംസാരിച്ചിട്ടില്ലല്ലോ ആരോടും, ഇനി സത്യത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവർക്ക് എനർജി സെൻഡ് ആകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് മാത്രമേ പറയാവൂ, പോസിറ്റീവായിട്ടുള്ള ചിന്ത മാത്രമേ ചിന്തിക്കാവൂ എന്നിവിടെ നിങ്ങൾ തന്നെയാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്നു, നിങ്ങൾ ചീറ്ററാണ് എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആ തെറ്റായ ഗൈഡൻസും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ആ രീതിയിലോട്ട് മാറി. ഇപ്പോൾ ഈ ഒരു അവസ്ഥ കാരണം നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരു പെൺകുട്ടിയാണ് എങ്കിൽ നിങ്ങൾ വളരെ മോശമായിട്ടാണ് അവരോട് പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരിക്കലും ലോയലല്ല, നിങ്ങൾ അവരെ ഈ ഒരു രീതിയിലാണ് നോക്കിയത്, അല്ലെങ്കിൽ അതിനെയും കാട്ടി മോശമായ രീതിയിൽ നിങ്ങൾ അവരോട് പറഞ്ഞാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമമായെന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കൂ. അന്നത്തെ ദിവസം അവർ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവരെ നിങ്ങൾ ഇങ്ങനെ മോശമായ രീതിയിൽ അപമാനിച്ചപ്പോൾ അവർ അന്നത്തെ ദിവസം രാത്രി ഭയങ്കരമായിട്ട് ഡിപ്രസ്സായി കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് അവർ പിന്നെ നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വച്ചതും, പിന്നെ നിങ്ങളോട് അവർ ഒരു കാര്യവും മിണ്ടിയിട്ടുമില്ല, നിങ്ങളോട് അത്ര ശ്രദ്ധയൊന്നും നിങ്ങളോട് ഇവർ കാണിച്ചില്ല. പിന്നെ അവർ ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നതുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു കോളിന് വേണ്ടി, മെസ്സേജിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ്: ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എനിക്കൊരു വിലയും റെസ്പെക്റ്റും ഒന്നും തന്നില്ല. നിങ്ങളെപ്പോഴും എന്നോട് പറഞ്ഞത് ഞാൻ ചീറ്റ് ചെയ്യുന്ന ആളാണ്, എനിക്കൊരു ക്യാരക്ടറില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വില മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഇവരുടെ വർത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച്
ഇവിടെ നിങ്ങൾ ഇവരുടെ വാല്യൂ മനസ്സിലാക്കണം. അത് മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ സത്യസന്ധമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും ഈഗോയിലാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളൊന്ന് ഇവരെ ഓട് പോയി സോറി പറഞ്ഞാൽ ഇവരുടെ പിണക്കം എല്ലാം മാറ്റുന്നതാണ്. പക്ഷേ ഈഗോയിലുള്ള ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് കുറച്ച് സമയമെടുക്കും നിങ്ങളോട് ഇനി തിരികെ ആ പഴയ സ്നേഹം കാണിക്കാനെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം അവർ നിങ്ങളുടെ ആ വാക്കുകളിൽ വിഷമിച്ചു. അതാണ്. ഇനി നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ വേണം, അത് എങ്ങനെയായാലും നിങ്ങളുടെ പാർട്ട്നേഴ്സ് അത് എത്തിച്ചു തരണം. അതാണ് നിങ്ങൾ എപ്പോഴും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. അതായത് എന്ത് കാര്യമായാലും കുറച്ച് സമയമെടുത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പാഠം നിങ്ങൾക്ക് ഇവിടെ ഇവർ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു സ്വഭാവം ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ ഇവർ നിങ്ങളെ പേഷ്യൻസ് പഠിപ്പിച്ചു. അതായത് എന്ത് കാര്യമായാലും കുറച്ച് സമാധാനത്തോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു പേഷ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചല്ലോ, നിങ്ങളുടെ ആ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചല്ലോ ഇവരെ കൊണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേഷ്യൻസ് ഉണ്ട്. അതായത് എൻ്റെ പേഴ്സൺ ഇപ്പോൾ വന്നില്ല എങ്കിൽ കുഴപ്പമില്ല, എപ്പോഴായാലും എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ പേഷ്യൻസോടെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മുന്നേ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം, അങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇവർ മുഖേന ഒരു പേഷ്യൻസ് നിങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ വരാൻ പോകുന്ന സമയം പല നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഹൃദയം തുറന്ന് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഫീലിങ്സ്, ഇവരുടെ സ്നേഹം, ഇമോഷൻസ് എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കണം. നിങ്ങളെക്കൊണ്ട് എവിടെയെങ്കിലും ദൂരെ കറങ്ങാൻ കൊണ്ടുപോകണം, നിങ്ങളുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നിങ്ങൾക്കിടയിൽ. ഇനി നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളെ ഇവർ ഒരു ചോയ്സ് പോലെയാണ് കാണുന്നത് എങ്കിൽ, അതായത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ രണ്ടെണ്ണത്തിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ. അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണും 2 ഓപ്ഷനുണ്ട്, അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അവർ. അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ ഒരു ക്ലാരിറ്റിയോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആദ്യം ഇവർ തിരഞ്ഞെടുത്തു, നിങ്ങളെയാണോ അതർ ഓപ്ഷനെയാണോ തിരഞ്ഞെടുത്തതെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇനി നിങ്ങളാണ് ഓപ്ഷൻ വച്ചേക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ക്ലാരിറ്റി കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി വളരെ ഇതായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. അതായത് നിങ്ങൾ ഇവരെ കെയർ ചെയ്യുന്നതും നിങ്ങൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതേപോലെ മറ്റാർക്കും ഇവരെ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി പ്രത്യേകമായിട്ടൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വളരെ വലുതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള. ഇതിൽ എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.